ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ സൂര്യകാന്തിയുടെ വിശേഷമായിട്ടാണെന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്കൊരു സീഡ്സ് തന്നിട്ടുണ്ടായിരുന്നു സൂര്യകാന്തിയുടെ. അപ്പം ഞാനത് നട്ട് വളർത്തി ഇത്രയായി. ഓരോ ദിവസവും ഇന്ന് പൂ വിരിയും നാളെ വിരിയും എന്ന് പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തായാലും എനിക്ക് നല്ലൊരു ഫ്ലവർ കിട്ടി. അപ്പോൾ നല്ല സന്തോഷമാണ് അത് കാണുമ്പോൾ. കാലത്ത് എണീറ്റ് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും നല്ല വലിയ പൂവ് കിട്ടി. ഇനി ഇതിൻ്റെ സീഡുകൾ എടുത്ത് വെക്കണം. അപ്പോൾ ഇതിൽ തന്നെ എനിക്ക് ഒരു ചെടിയിൽ തന്നെ മുട്ടുകൾ വേറെ വന്നിട്ടുണ്ട്. ഇത് മുട്ടുകൾ വേറെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിലൊരു എനിക്കൊരു ഇത് തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യകാന്തി എല്ലാവർക്കും അറിയുമെന്നറിയില്ല. സൂര്യകാന്തിയുടെ മുട്ട് കുറച്ച് നായി കഴിഞ്ഞപ്പോൾ കാലത്ത് എണീക്കുമ്പോൾ സൂര്യകാന്തിയുടെ മുട്ട് വന്ന് നിൽക്കുന്നത് നേരെ നിവർന്നിട്ടായിരിക്കും നേരെ നിവർന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് കാലത്ത് സൂര്യൻ ഉദിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് മെല്ലെ വളഞ്ഞ് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വളഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടു. എല്ലാവർക്കും അത് അറിയുമെന്നറിയില്ല. സൂര്യൻ്റെ ആ ഒരു ഉദിക്കുന്നതും അസ്തമിക്കുന്ന ആ ടൈമിനനുസരിച്ച് സൂര്യകാന്തിയുടെ മുട്ടുകൾ ദിശ മാറി നിൽക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. എനിക്കെന്തായാലും ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരു ദിവസം വൈകുന്നേരമായിരുന്നു കണ്ടത്. പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോൾ നേരെ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് കിഴക്ക് ഭാഗത്തേക്ക് നിൽക്കും. അപ്പം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല ഇത്ര നാളായിട്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ പൂവ് അതുപോലെ ഇല്ല. പൂവ് ശരിക്കും വിരിഞ്ഞു കഴിഞ്ഞ് അത് ഒരേ പൊസിഷനിൽ തന്നെയാണ്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു പൊസിഷൻ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കൊണ്ടായിരിക്കാം അത് തിരിയാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതോ മുട്ട് മാത്രമേ അങ്ങനെ തിരിയുള്ളൂ, ഇതൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വിശേഷം എനിക്ക് സൂര്യകാന്തിയിൽ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഈ സൂര്യകാന്തിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങളും അതുപോലെ പുതിയ വീഡിയോസും പുതിയ ചെടികളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നു. എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.